നമസ്കാരം, സിജു രാജൻ. നിങ്ങൾ ഒരു ബിസിനസ് ആരംഭിച്ച് അതൊരു ഗ്രോയിങ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ബിസിനസ്സിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും, പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരും. അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, ബിസിനസ്സിന് പുറമേ സംഭവിക്കുന്ന കാര്യങ്ങൾ. സമൂഹത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിന്ന് ഷെയർ ചെയ്യാം. കുറച്ച് വാർണിങ്സ് ആണ്. അല്ലാത്ത പക്ഷം പെട്ടെന്നൊരു ദിവസം ആ ഒരു ഇവൻറ്റ് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കൂടി ഞെട്ടും, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ്. ഇതാകുമ്പോൾ നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നാളെ മഴ വരുന്നത് നമുക്ക് മുൻകൂട്ടി അറിയുകയാണെന്നുണ്ടെങ്കിൽ, മുൻകൂട്ടി അതിൻ്റെ ഒരു പ്രവചനം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാനായിട്ട് കഴിയും. പെട്ടെന്ന് മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വരും. സോ കുറച്ചുകൂടി ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളുക. അപ്പോൾ വിഷയം ഇതാണ്: നിങ്ങൾ ബിസിനസ് ഗ്രോയിങ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഇത് കേരളത്തിനകത്ത് മാത്രം ആപ്ലിക്കബിൾ ആണ്. കാരണം ഓരോ നാട്ടിലും അവിടുത്തെ ജനസമൂഹത്തിൻ്റെ രീതികൾ ഡിഫറെൻ്റ് ആണ്. കേരളത്തിലത്തെ ആൾക്കാരുടെ പ്രത്യേകത വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കിതിൽ എതിർ അഭിപ്രായം ഉണ്ടാവാം, അനുകൂലിക്കുന്നവരുണ്ടാവും. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക. പലരുടെയും അനുഭവങ്ങളും എൻ്റെ അനുഭവങ്ങളും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തേത് ഷാഡൻ ഫ്രോയിഡ എന്ന് പറയുന്ന ബിഹേവിയർ. എന്താണ് ഷാഡൻ ഫ്രോയിഡ ബിഹേവിയർ? അതൊരു ജർമ്മൻ ടെർമിനോളജിയാണ്. അതിനർത്ഥം ഒരാൾ നശിച്ചു പോകുന്ന സമയത്ത്, ഒരാൾ ഇല്ലാതാവുന്ന സമയത്ത്, ഒരാൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത്, ഒരാൾ ബിസിനസ്സിൽ ഫെയിലാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളെ തെറി പറയുന്ന സമയത്ത്, ഒരാളെ കളിയാക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഒരു സന്തോഷം കിട്ടും, ഒരു ഹാപ്പിനെസ് കിട്ടും, അല്ലേ? ആ ആൾക്കാരുടെ ആ സ്വഭാവത്തെ പറയുന്ന പേരാണ് ഷാഡൻ ഫ്രോയിഡ ബിഹേവിയർ. അതായത് നിങ്ങൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു സന്തോഷം വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷാഡൻ ഫ്രോയിഡ ബിഹേവിയർ ഉണ്ടെന്നാണ് അർത്ഥം. അല്ല, നിങ്ങളൊരു പോസ്റ്റ് ഇടുന്നു, അതിന് താഴെ ഞാൻ കുറേ തെറി എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിക്കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ എഴുതുന്ന വഴി എനിക്കൊരു സന്തോഷം, ഒരു ആത്മനിർവൃതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഷാഡൻ ഫ്രോയിഡ ബിഹേവിയർ. ക്ലിയർ ആണല്ലോ? ഇത്തരം ബിഹേവിയർ ഉള്ളവർ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം കാണാനായിട്ട് കഴിയും. ആരെങ്കിലും നശിച്ചു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കളിയാക്കലും തെറി പറയലും അതുവഴി അവർക്കൊരു ആനന്ദം കിട്ടുന്നുണ്ട്. അപ്പം ബിസിനസ് ചെയ്യുന്ന നിങ്ങളും എക്സ്പെക്റ്റ് ചെയ്തോളൂ, അത്തരത്തിൽ നിങ്ങൾ നശിച്ചു പോകുന്ന സമയത്ത് അത് സന്തോഷിക്കാനായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ചുറ്റും തന്നെ ഒരുപക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാവാം. പറയുന്നുകൊണ്ട് വേറൊന്നും തോന്നരുത്, അതും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അടുത്തതാണ് സോർ ഗ്രേപ്പ് ഡിപ്രഷൻ ഉള്ള ആൾക്കാർ. സോർ ഗ്രേപ്പ് ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ചില ആൾക്കാരുണ്ടല്ലോ, അവർ ഒരുപാട് സ്വപ്നങ്ങൾ കാണും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, പക്ഷേ അവർക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയുന്നില്ല. അതേ സമയത്ത് അവരുടെ അതേ പ്രായമുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രായത്തിനേക്കാളും കുറവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ ഇത് വളരെ പുഷ്പം പോലെ നേടുന്ന സമയത്ത്, അവരെ വിജയിച്ച് മുന്നേറുന്ന സമയത്ത് ഈ വിജയിക്കാത്ത ആൾക്ക് ആ വ്യക്തിയോട് തോന്നുന്ന ഒരുതരം കലിപ്പ്, ഒരുതരം ദേഷ്യം, അതൊരു ഡിപ്രഷനാണ്. ഞാൻ എത്ര വിചാരിച്ചും കിട്ടുന്നില്ല, അവൻ എത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഈ ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ, ഇത് വളരെ ഡേഞ്ചറാണ്. സോ ഇത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ അവരുടെ റിയാക്ഷൻ? ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, വിജയിച്ചവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് തുടങ്ങും. ആ അച്ചീവ്മെൻ്റ് ഒന്നുമല്ല, ഇതൊക്കെ ആർക്കും നേടാവുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ, അതായത് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നേടാൻ കഴിഞ്ഞില്ല, പക്ഷെ അവൻ നേടി, അപ്പോൾ ഞാൻ അറിയാതെ ആ നേട്ടത്തിനെ അങ്ങ് ഇകഴ്ത്തുകയാണ്, അങ്ങ് താഴ്ത്തുകയാണ്. സോ അതുവഴി എനിക്കൊരു ആത്മനിർവൃതി കിട്ടുന്നു, ഒരു സന്തോഷം കിട്ടുന്നു. ഇതാണ് സോർ ഗ്രേപ്പ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ് വളരെ ഭയാനകമായിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ധാരാളം ഉണ്ട്. ഒന്ന് ഷാഡൻ ഫ്രോയിഡ, മറ്റൊന്ന് സോർ ഗ്രേപ്പ് ഡിപ്രഷൻ. വളരെ സൂക്ഷിച്ചിരുന്നോളൂ, കാരണം അവർ നിങ്ങളെ മാനസികമായിട്ട് അങ്ങ് താഴ്ത്താനായിട്ട് നോക്കും. അവർ വായിൽ തോന്നിയ പച്ചത്തെറികൾ അവർ വിളിച്ച് പറയും. ഒരുപക്ഷെ അവരുടെ അക്കൗണ്ട് ത്രൂ ആയിരിക്കത്തില്ല ചെയ്യുന്നത്, ഫേക്ക് അക്കൗണ്ട് വഴിയായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ ഒരുപക്ഷെ നെഗറ്റീവ് റിവ്യൂ കിട്ടുമെന്ന് വരാം. ഒരുപക്ഷെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കമൻറ്റ് പോസ്റ്റിന് താഴെ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റ്സ് എഴുതിയെന്ന് വരാം. വളരെ ഡേഞ്ചറാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം, ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്. അതായത് നിങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിസിനസ്സിനകത്ത് 3 സ്റ്റേജസാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കുറേ ഉപദേശങ്ങൾ തരും, ഒരുപക്ഷെ നിങ്ങളെ സഹായിച്ചു എന്ന് വരാം. അത് കഴിഞ്ഞാൽ ബിസിനസ് ഒന്ന് സ്റ്റേബിളായിട്ട് അത്യാവശ്യം കസ്റ്റമറെയൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയം. ആ സമയത്ത് നിങ്ങൾ വലിയ രീതിയിൽ നെഗറ്റീവ്സ് ഒന്നും കേട്ടുമെന്ന് വരത്തില്ല. പക്ഷേ
ഇതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഈ കസ്റ്റമർ ബേസിന് അപ്പുറത്തെ ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മിക്സ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആൾക്കാർ സംസാരിക്കാനായിട്ടുണ്ടാവും, നിങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള ആൾക്കാരുടെ പ്രസ്താവനകളുണ്ടാവും. അതിനർത്ഥം ഇതാണ്, നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ നിന്നും ബ്രേക്കായി പുറത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കുകയാണ്. അതിൻ്റെ റിയാക്ഷൻസാണ് ഇതെല്ലാം. സോ അതിൽ നിങ്ങൾ ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല, മടിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഗ്രോത്തിൻ്റെ സിമ്പിളാണ്, നിങ്ങൾ വളരുന്നതിൻ്റെ ലക്ഷണമാണ്. നെഗറ്റീവ്സ് വന്നോട്ടെ, നെഗറ്റീവ് കമൻറ്റ്സ് വന്നോട്ടെ, നിങ്ങളെ ആൾക്കാർ തെറി പറഞ്ഞോട്ടെ, അതൊന്നും നിങ്ങൾ മൈൻഡാക്കാൻ പോവേണ്ട. തുടക്കത്തിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതെ വിഷമം വരും. എനിക്കൊക്കെ സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ. ആൾക്കാരിങ്ങനെ തെറി പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആരും തെറി പറഞ്ഞില്ല, പക്ഷേ സോഷ്യൽ മീഡിയക്കകത്ത് കുറേ ആൾക്കാരെങ്കിലും എന്നെ തെറി പറയുന്നു, എന്നെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട്. അതായത് എൻ്റെ ചാനലിലാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഡിലീറ്റ് ചെയ്യാം. മറ്റ് പല ചാനലിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിലും ചില ക്ലാസ്സസ് ഞാൻ മറ്റ് കുറച്ച് ഫേമസ് ആയിട്ടുള്ള മാധ്യമങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്ന് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. കാരണം ആൾക്കാരെ എന്താ ഇങ്ങനെ, ഞാൻ അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ തെറി പറയുന്നത്, അത് എൻ്റെ വീട്ടുകാരെ തെറി പറയുന്നത് എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നീട് മനസ്സിലായത് ഇവർക്ക് ഈ പറഞ്ഞിട്ടുള്ള അസുഖമാണ്. ഒന്ന് ഷാഡൻ ഫ്രോയിഡ്, അല്ലാന്നുണ്ടെങ്കിൽ സോർ ഗ്രേപ്പ് ഡിപ്രഷൻ. ഈ 2 അസുഖങ്ങളും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവരങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരാൾ ഒരു ടീം ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും അതേ രീതിയിൽ ബിഹേവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക, അല്ലെങ്കിൽ മാന്യമായിട്ടുള്ളൊരു മറുപടി കൊടുക്കുക. അത് നമ്മുടെ മാന്യതയാണ്. ആ ഒരു മാന്യത നിങ്ങൾ ആസ് എൻ ഓൺട്രപ്രണർ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. പണ്ട് ഞാൻ ആ മാന്യത വിട്ടിട്ട് പെരുമാറിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ആ ഒരു മെൻ്റലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുകയല്ലാതെ അതുകൊണ്ട് അവരൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ അവരെ ടോട്ടലി അങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. കിട്ടാത്ത മുന്തിരി പൊളിക്കും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവർ കമൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ കമൻറ്റ് ചെയ്യുന്നു. അവർ കമൻറ്റ് ചെയ്തോട്ടെ. ഇനി 3-ാമത്തേത്, നിങ്ങൾ ഒരു യുവാവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ചെറുപ്പമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രായം വെച്ചുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, ജഡ്ജ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിമ്പൽ എന്ന് പറയുന്നത്, നിങ്ങളെ ആൾക്കാർ മോനെ, കുട്ടാ എന്നൊക്കെ രീതിയിൽ അവർ നിങ്ങളെ വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരു മീറ്റിങ്ങിന് പോകുന്ന സമയത്ത്, ഒഫീഷ്യൽ മീറ്റിംഗ് ആയിരിക്കും, മോനെ പറ എന്താ, അല്ലെങ്കിൽ കുട്ടാ പറ എന്താ. ഒരുപക്ഷെ അവരുടെ സ്നേഹം കൊണ്ട് പറയുന്നതായിരിക്കാം, പക്ഷേ അവിടെ വേണ്ടത് ആ ഒരു സ്നേഹമല്ല, അവിടെ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം പറഞ്ഞോളും, സർ എന്നെ കുട്ടാന്ന് വിളിക്കാൻ എൻ്റെ പേര് വിളിച്ചാൽ മതി, സാറിൻ്റെ പേര് വിളിച്ചോളൂ എന്നുള്ള വളരെ അവർക്ക് ഹേർട്ടാവരുത്. വളരെ മാന്യമായിട്ട് തന്നെ അത് പറയാനായിട്ട് നോക്കുക. കാരണം അങ്ങനെ മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ അവർ ഡോമിനേറ്റ് ചെയ്തു. അവരെക്കാളും നമ്മൾ ചെറുതാണ് എന്നുള്ള ഒരു രീതിയിൽ വന്നു. പേരിനേക്കാളും മിസ്റ്റർ എന്ന് പറഞ്ഞ് ആഡ് ചെയ്താണ് ഏറ്റവും നല്ലത്. സർ എന്ന് വിളിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് മച്ച് ബെറ്റർ. എല്ലായ്പ്പോഴും മിസ്റ്റർ സിജു രാജൻ എന്ന് വിളിക്കുന്നതിനേക്കാളും മിസ്റ്റർ അല്ലെങ്കിൽ സർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ദാറ്റ് ഇസ് വെരി മച്ച് കംഫർട്ടബിൾ അല്ലേ മറ്റൊരാളെ നമ്മൾ വിളിക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ സർ അല്ലെങ്കിൽ മിസ് എന്ന് പറഞ്ഞ് അവരുടെ ഒരു ടൈറ്റിൽ കൂടി ആഡ് ചെയ്തിട്ട് അവരുടെ പേര് വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും കുട്ടാ മോനെ എന്ന് വിളിക്കുകയാണെങ്കിൽ പ്രത്യേകം പറഞ്ഞോളൂ, അവിടെ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അവർ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും, അറിഞ്ഞോ അറിയാതെയോ. അവിടെ നിങ്ങൾ അതിൽ വീണ് പോയി കഴിഞ്ഞാൽ അവർ ആ വിളി തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള പല ഡീലിങ്സ് ചെയ്യാനോ ഒന്നും പ്രൊഫഷണലി നിങ്ങൾക്കത് കഴിഞ്ഞു എന്ന് വരത്തില്ല. ഇനി 4-ാമത്തേത്, നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ് കൂട്ടുകാർ നമ്മുടെ കൂടെ എന്തിനും ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ എല്ലായ്പ്പോഴും എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് മറക്കാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്ന ആൾക്കാരായിരിക്കാം ഒരു കാലത്ത്. ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ് നിങ്ങൾ റൺ ചെയ്യുന്നു, ബിസിനസ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നു. ഈ ഗ്രോയിങ് സ്റ്റേജിൽ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടായെന്ന് വരത്തില്ല. ഡെയിലി വിളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി പിന്നീട് വിളിക്കാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. സ്റ്റാറ്റസ് കാണുന്നുണ്ട്, നമ്മൾ വാട്സാപ്പിൽ ഇടുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സ്റ്റാറ്റസ് കാണുന്നുണ്ട്, പക്ഷെ ഒരു ലൈക്ക് തരുന്നില്ല, ഷെയർ തരുന്നില്ല, വിശേഷം ചോദിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവർ നമ്മളെ ഇടയ്ക്ക് വിളിക്കണം, നമുക്ക് പരസ്പരം ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഗ്രോയിങ് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. സോ ഒരുപക്ഷെ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തു എന്ന് വരത്തില്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കുക. കാരണം കൂട്ടുകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് കൂടി നിങ്ങൾ പ്രതീക്ഷിച്ച് മുന്നോട്ടേക്ക് പോവുക. സത്യം പറഞ്ഞാൽ ഇത് പേഴ്സണലി ഞാൻ അനുഭവിക്കുന്നതാണ്. എനിക്ക് സുഹൃത്തുക്കൾ വളരെ കുറവാണ്, വളരെ ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ, വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രോവേർട്ടൊന്നും അല്ല, എല്ലാവരും കയറി സൗഹൃദം സ്ഥാപിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ഒതുങ്ങി കൂടുന്ന ഒരാളാണ്.
ബിസിനസ്സിനകത്ത് അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഐ എം എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാനൊരു ആംബിവേർട്ട് പോലെയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളുടെ എണ്ണം വളരെ കുറവാണ്. ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്ത് അവസാനം ഞാൻ തിരക്കിലേക്ക് പോയ സമയത്ത് ഒരുപക്ഷെ ഞാനും അങ്ങോട്ടേക്ക് ആ സൗഹൃദം കീപ്പ് ചെയ്യാനായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അവരും കോൺടാക്റ്റ് ചെയ്യുന്നില്ല. അതങ്ങ് ബ്രേക്ക് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പലരുടെയും ബിസിനസ് ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളത് ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അഞ്ചാമത്തേത്, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കേരളം വളരെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാർ മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഹെയ്റ്റ്രഡ് കൊണ്ട് നടക്കുന്ന ആൾക്കാരായിട്ട് മലയാളികളിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും മാറുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ ഉണ്ടാവാം, പക്ഷേ പബ്ലിക്കലി വലിയ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഒരു നല്ലൊരു സമൂഹത്തിന് നല്ലതല്ല അല്ലേ. അതിൽ ഇന്ന് രാഷ്ട്രീയവും മതവും രണ്ടും മിക്സ് ആവുന്നുണ്ട്. അത് അൾട്രാ ഡേഞ്ചറസ് ആണ് അല്ലെ. രാഷ്ട്രീയവും മതവും രണ്ടും ഡേഞ്ചറാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അൾട്രാ ഡേഞ്ചറായിട്ട് മാറും. കേരളത്തിൽ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലാന്നുണ്ടെങ്കിലും മതപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ പ്രത്യേകിച്ച് ബിസിനസ്സിനകത്ത് നടക്കുന്നുണ്ട്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയുമോ? ഡെഫിനറ്റ്ലി നടക്കുന്നുണ്ടത്. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ഓപ്പർച്യൂണിറ്റീസും എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുമുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. അതിനർത്ഥം എന്താണ്? മതപരമായിട്ട് ആൾക്കാർ വലിയ രീതിയിലുള്ള പരിഗണന നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നും ഈവൻ ദോ കഴിവുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും പ്രത്യേക മതത്തിൽ പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാക്കി തരും. ഈവൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് എങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മികച്ചതാണെന്നുണ്ടെങ്കിൽ പോലും പ്രത്യേക ഒരു മതത്തിൽ പെടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരാൻ കഴിയാത്തൊരവസ്ഥ. കേരളത്തിൽ പ്രബലമായിട്ട് നിൽക്കുന്ന 3 മതത്തിലും ഈ ഒരു പ്രശ്നമുണ്ട്. സത്യം പറയാലോ, മതത്തിൻ്റെ പേരിൽ പല ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല ട്രെയിനിങ്സും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു വശമാണ്. അപ്പോൾ ആളുകൾ മതം വെച്ച് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകാരെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്നോട് പേഴ്സണലി പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപക്ഷെ പറയാൻ എൻ്റെ പേര് കേൾക്കുന്ന സമയത്ത്, ഈ സിജുരാജൻ എന്ന് കേൾക്കുന്ന സമയത്ത് ഞാൻ ഏത് മതമാണെന്ന് ആൾക്കാർക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. ഹിന്ദു ആണോ അതോ ക്രിസ്ത്യാനി ആണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാൻ കുറച്ചൊരു മടിയായിരിക്കും ആൾക്കാർക്ക്. എങ്കിലും ചെറുതായിട്ട് അവരിങ്ങനെ സൂചിപ്പിക്കാറുണ്ട് ഈ മതത്തിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അത് ചില നാട്ടിൽ നിലനിൽക്കുന്നൊരു കാര്യം കൂടിയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾക്കൊരു പക്ഷേ അതിൻ്റെ അനുഭവം ഉണ്ടായി എന്ന് വരത്തില്ല. അത്തരത്തിൽ അനുഭവമുള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലുമുള്ള ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് വില്ലിങ് ആയിക്കോളൂ. കാരണം കേരളം വളരെ വേസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു പങ്ക് മാധ്യമങ്ങളാണ് വഹിക്കുന്നത്. ഈ എരുതിയിൽ എണ്ണയിക്കുക എന്ന് പറയുന്നത് പോലെ വലിയ രീതിയിൽ ഇങ്ങനെ മാധ്യമങ്ങൾ അത് ഇങ്ങനെ തുരുകി കയറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ മനസ്സിൽ. മാത്രമല്ല ഇന്ന് എല്ലാവർക്കും വോയിസ് ഉണ്ട്, ആർക്കും എന്തും പറയാൻ കഴിയുന്നൊരവസ്ഥയാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു രീതിയിലുള്ള സെൻസർഷിപ്പും ഇല്ല. നമ്മൾ ഇടുന്ന കമൻസിനെ ആരും സെൻസർ ചെയ്യുന്നില്ല. സോ ആർക്ക് വേണമെങ്കിലും വിദ്വേഷം അവിടെ പരത്താനായിട്ട് കഴിയും, ആർക്കും ആരെക്കുറിച്ചിട്ടും എന്തും പറയാനായിട്ട് കഴിയും. വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു അനുഭവം കൂടി ഞാൻ പങ്കിട്ടിട്ട് അവസാനിപ്പിക്കാം. കേരളത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ഞാൻ ഇഷ്യൂ എന്താണെന്ന് പറയുന്നില്ല, കാരണം ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇതിനൊരു പ്രസക്തി ഉണ്ടായെന്ന് വരത്തില്ല. കേരളത്തിലെ ഒരു ഗായികയ്ക്ക് നേരെ നടക്കുന്ന ചില പോരുകൾ, ചില കമൻസുകൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു വാർത്തയാണ്, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളൊരു വാർത്തയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ശബ്ദമാണ്, നമുക്കിഷ്ടമുള്ള ഒരു മുഖമാണ്, നമ്മളെല്ലാവരും റെസ്പെക്റ്റോട് കൂടി കാണുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ ഒരു പോസ്റ്റ്, ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റിൽ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു. കമൻറ്റ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള അവൾ ഇവൾ എന്നൊക്കെ വിളിച്ച് അതിനേക്കാളും അപ്പുറത്തുള്ള തെറി വിളിച്ചുകൊണ്ടുള്ള ഒരു കമൻറ്റാണോ. ആ കമൻ്റ് ഇട്ട ആളുടെ പ്രൊഫൈൽ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഹി വാസ് എ റിട്ടയർഡ് ഇംഗ്ലീഷ് പ്രൊഫസർ. ഏതൊരു കോളേജിലെ റിട്ടയർഡ് ഇംഗ്ലീഷ് പ്രൊഫസറാണ്. കറൻ്റ്ലി ഹീസ് വർക്കിംഗ് ആസ് എ ഡയറക്ടർ ഇൻ എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ. ഒരു അക്കാഡമിയാണത്. ആ ഓർഗനൈസേഷനിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ഹി ഈസ് വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ഓൾസോ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നൊരു വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹം ഇട്ടിട്ടുള്ള കമൻറ്റിൻ്റെ നിലവാരം നോക്കുക. അപ്പോൾ ഇദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? അത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാത്ത, നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളെ അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്രത്തോളം നിലവാരമില്ലാത്ത ആൾക്കാരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക.
ഇത്രയേ ഉള്ളൂ. നമുക്കറിയാത്ത ആൾക്കാർ നമ്മൾ എന്തിനാ എടാ പോടാന്ന് വിളിക്കുന്നത്, അവൻ ഇവൻ എന്ന് വിളിക്കുന്നത്, അവൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും എത്രയോ മടങ്ങ് ശേഷിയുള്ള തെറികളാണ് ഈ ഗായികയ്ക്ക് നേരെ ഇയാൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രായമോ വിദ്യാഭ്യാസമോ പൊസിഷനോ ഒന്നും ഒരു വിഷയമല്ല. ആർക്ക് വേണമെങ്കിലും നിങ്ങളെ തെറി പറയാം. നിങ്ങൾക്ക് പത്മശ്രീ കിട്ടിക്കഴിഞ്ഞാൽ, പത്മഭൂഷൺ കിട്ടിക്കഴിഞ്ഞാലും, ഭാരതരത്ന കിട്ടിക്കഴിഞ്ഞാലും, നിങ്ങൾ എത്ര വലിയ ഉയർന്ന പദവിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത്തരത്തിൽ തെറി കേൾക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? ഡെഫിനറ്റ്ലി നമ്മൾ കേൾക്കും. അപ്പോൾ അതെല്ലാം ഇഗ്നോർ ചെയ്തേക്കുക. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ ജീവിക്കുമ്പോൾ അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊരു പക്ഷേ കേരളത്തിൽ മാത്രം അവസ്ഥയായിരിക്കില്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ഉണ്ടാവും. പക്ഷേ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് കേരളത്തിലെ അവസ്ഥയിൽ അറിയത്തുള്ളൂ. ഓക്കെ, ഓൾ റൈറ്റ്. സോ മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജുരാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ കൈകൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, അടുത്ത വാക്ക് കിട്ടുന്നില്ല, തൊണ്ട വരണ്ടു പോകുന്നു, ആകെ കൂടി ഒരു വെപ്രാളം. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആണെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള ശ്രമം ഇന്ന് തന്നെ ആരംഭിച്ചോളൂ. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും ഈ പ്രസൻറ്റേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് വെച്ചുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ ബിസിനസ്സിനെയും പ്രൊഫഷനെയും ജഡ്ജ് ചെയ്യും. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും വലിയ രീതിയിൽ ഇത് സഹായിക്കും. 30 ദിവസം ഡെയിലി 30 മിനിറ്റ് നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ 31ാമത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷനെ ഞാൻ പുറത്തെടുത്ത് തരാം. നിങ്ങളുടെ ഗ്രൂമിംഗ്, ഡ്രസ്സിംഗ്, സ്മൈൽ, ഹാൻഡ് ജെസ്റ്റേഴ്സ്, ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, പോസ്ചർ, ടോൺ ഓഫ് വോയിസ്, ലാംഗ്വേജ് തുടങ്ങി 30 വിഷയങ്ങളായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതായത് നിങ്ങൾ പരിശീലിക്കുന്നത് കുറേ തിയറീസ് അങ്ങ് പറഞ്ഞു തന്ന് വിടുന്ന പരിപാടിയല്ല. നിങ്ങൾ പരിശീലിക്കും. അതുവഴി 31ാമത്തെ ദിവസം നിങ്ങളുടെ ഏറ്റവും മികച്ച വേർഷനെ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിയും. അതായത് ഇപ്പോഴുള്ള നിങ്ങളുടെ പെർഫോമൻസിൽ നിന്നും 20 ടൈംസ് ബെറ്റർ പെർഫോമറായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. ProPresenter 360. കൂടുതൽ വിവരങ്ങൾക്കും ജോയിൻ ചെയ്യാനുമായിട്ട് www.propresenter360.com ഈ ഒരു സൈറ്റ് സന്ദർശിക്കുക. ഒപ്പം അതിനകത്ത് കൊടുത്തിട്ടുള്ള പ്രൊമോ കോഡ് കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫീസ് റിഡക്ഷൻ കിട്ടും. അതിനകത്ത് കാണുന്ന ഫീസ് ആയിരിക്കത്തില്ല, അതിനേക്കാളും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ആ കോഴ്സ് എടുക്കാനായിട്ട് കഴിയും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പഠിക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള, എഫേർട്ട് എടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ജോയിൻ ചെയ്താൽ മതി. എന്തെങ്കിലും ചുളിവിൽ നേടാ എന്ന് വിചാരിച്ച് വരുന്നവർക്കുള്ള പരിപാടിയല്ല ഇത്. അത്തരം ആൾക്കാർക്ക് ഒരു സ്കില്ലും പഠിക്കാൻ കഴിയത്തില്ല. വെറുതെ എന്തിനാ കാശ് കളയണേ? അപ്പോൾ ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ.